ഇല്ല വൈകിട്ട് എത്തിക്കോളാം, എത്താം ഷുവറായിട്ട്. ഏയ് ഇന്ന് വൈകിട്ട് ഞാൻ ലേറ്റ് ആയിട്ട് എത്തുള്ളൂ കേട്ടോ, എനിക്കൊരു അത്യാവശ്യം പണി വന്നു. ആഹാ, അപ്പൊ എന്നെ വൈകിട്ട് സിനിമ കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞതോ മറന്നതല്ല, അത് അത്യാവശ്യമായി പോയി. നമുക്കൊരു കാര്യം ചെയ്യാം, സെക്കൻഡ് ഷോയ്ക്ക് പോവാം, അല്ലേ നാളെ പോയാലോ? എന്റെ ഇച്ഛായ നാളെ പോവാൻ നിന്ന് പറയും, നാളെ ആകുമ്പോ പറയും പിന്നെയും തിരക്കാന്ന് പറയും. ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ അത് പറഞ്ഞ മതിയല്ലേ. എന്റെ മുന്നേ മുത്തിനെ ഞാൻ കൊണ്ടുപോകാതിരിക്കുമോ? ഇന്ന് എന്നെ പോടി, ഇന്ന് എന്നെ എന്റെ കൊച്ചിനെ സെക്കൻഡ് ഷോ കാണിച്ചിട്ടേ വേറെ വഴിയുള്ളൂ. അയ്യോ, ഹീറ്റർ ഓൺ ചെയ്ത് വെച്ചിട്ടാണോ വന്നതെന്ന് എനിക്കൊരു ഡൗട്ട്. ഇച്ഛാന്റെ സ്ഥിരം പരിപാടിയായിട്ടത്, കറണ്ട് വരും ബില്ല് വരുമ്പോഴത്തേക്ക് കണ്ണ് തള്ളിയിരിക്കരുത്. സുഷമയാ ഇതാരത് പുതിയ കുറിച്ച്? ഇച്ചായ ഒരു സുഷമ വിളിക്കുന്നു. അതായിരുന്നു. ആരായി സുഷമ? സുഷമ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ. ഏത് ബാങ്കിലെ? ഏത് ബാങ്കിലെ? ഐശ്വര്യ ബാങ്ക്. ഏത് ബാങ്കിലെ? എടി സിറ്റിയിലെ ഐശ്വര്യ ബാങ്കില്ലേ? നിനക്ക് ഐശ്വര്യ ബാങ്ക് അറിയില്ലേ? ആ ബാങ്കുമായിട്ട് ഇച്ചാനത് ഇടപാട്? എനിക്കൊരു ഇടപാടും ഇല്ല, ഒരു അക്കൗണ്ടിന് വേണ്ടി വിളിക്കുന്നതാ. നിന്ന് ഓരോ ദിവസം ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിച്ചോളൂ അല്ലേ? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇച്ചായന ആണുങ്ങൾ ആരും ഇല്ലേ ഫ്രണ്ട്സ് ആയിട്ട്? എല്ലാം പെണ്ണുങ്ങളല്ലേ ഉള്ളു വിളി. ആണുങ്ങൾ വിളിക്കുന്നുണ്ട്, പക്ഷേ വടക്ക് നോക്കിയ യന്ത്രം തെക്കോട്ട് നോക്കിയ ചരിത്രം ഇല്ലല്ലോ, അതുകൊണ്ടാ. അവര് വിളിക്കുന്നു. ഹലോ, അതെ ഡോക്ടർ ജോർജ് കുട്ടിയാ. ഇതെവിടെ നിന്ന് ഇപ്പൊ ഈ വടക്ക് നോക്കിയ യന്ത്രം വന്നത്? സുഷമ പ്ലീസ്, ഒരു അക്കൗണ്ട് എടുത്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാ ഞാൻ പറഞ്ഞില്ല എനിക്ക് താല്പര്യമില്ല, ഞാൻ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്. വെറുതെ ഒരു അക്കൗണ്ട് എടുത്തിട്ട് എന്താ കാര്യം? ട്രാൻസാക്ഷൻ നടക്കണ്ടേ? എനിക്ക് ഒന്നാമത് തന്നെ 2 അക്കൗണ്ട് ഉണ്ട്. ഒന്ന് എൻ്റെ സാലറി അക്കൗണ്ടും, അതല്ലാതെ എൻ്റെ നാട്ടിൽ എനിക്കൊരു പേഴ്സണൽ അക്കൗണ്ടും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാച്ചുറേറ്റഡ് ആണ്. നേരിട്ട് വന്ന് കണ്ടിട്ട് എന്താ പ്രയോജനം? ശരി, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഓഫീസിൽ ഒരു 4:30 വാ. ശരി, കാണാം. കൊള്ളാം. ഓ, അത് ഭയങ്കരമായി പോയി. എന്നെ വൈകിട്ട് ഒരു സിനിമ കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഈ ചായന് മലമറിക്കുന്ന തിരക്ക്. ഇപ്പൊ സുഷമയെ കാണാൻ ഇഷ്ടം പോലെ സമയം. ആലിസേ, സുഷമ വരുന്നത് എന്തിനാണ്? അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ്. അവരൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രൈവറ്റ് കമ്പനിയിൽ ടാർജറ്റ് ഉണ്ടാവും. ആ ടാർജറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അവരുടെ ജോലിയെ ബാധിക്കും. അല്ലാതെ എന്നെ പേഴ്സണലായിട്ട് കാണാനൊന്നും അല്ല അവർ വരുന്നത്. എനിക്കിതിൽ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അവർ നേരിട്ട് വരട്ടെ, കാണട്ടെ, എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറയും. സുഷമയെ സംബന്ധിച്ച് സുഷമയ്ക്ക് ഈ ജോലി അത്യാവശ്യമാണ്. പ്രൈവറ്റ് കമ്പനിയിൽ ടാർജറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അവർ പറഞ്ഞു വിടും. നീയാണ് സുഷമയുടെ സ്ഥാനത്തെങ്കിലും നീ ഇതേ ചെയ്യൂ. എന്റെ പട്ടി ഇത് ചെയ്യും. പട്ടിക്ക് ക്യാൻവാസ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ഇച്ഛായ, ഇങ്ങനെ നാട്ടുകാരുടെ കൈയും കാലും പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഒരു ജോലിക്ക് പോകണ്ടെന്ന് വരെ ഞാൻ തീരുമാനിച്ചത്. എന്റെ പൊന്നുപോലെ അങ്ങ് തീരുമാനിച്ച്. എടി, നിന്റെ വീട്ടിൽ ജീവിക്കാനുള്ള വകുപ്പുള്ളതുകൊണ്ട് നീ ജോലിക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചു. ഇവരുടെ കാര്യം അങ്ങനെ ആയിരിക്കില്ല. ജോലിക്ക് പോയാലേ പട്ടിണിയാവും. നമ്മളൊരു ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കഷ്ടപ്പാടുകളും സഹിക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാവണം. ഇച്ചായി, ഇത് ഞാൻ സമ്മതിക്കത്തില്ല കേട്ടാ. കണ്ണി കാണുന്ന ഒരു നാട്ടിലുള്ളവരൊക്കെ ഇച്ചാനെ വിളിക്കേണ്ട കാര്യം എന്താ? ഇപ്പൊ തന്നെ സുലോചനയുടെ കാര്യം എടുക്കും. സുലോചന ഇച്ചേനെ വിളിക്കാറുണ്ട്, ഇവിടെ വരാറുണ്ട്. ഞാൻ എന്തെങ്കിലും പറയാറുണ്ടാ? എന്ത് സ്നേഹമായിട്ടാ ഞാൻ പെരുമാറുന്നത്. ഈ ഹോസ്പിറ്റലിലെ അനുരാധ ഇച്ചേനെ വിളിക്കാറില്ലേ? ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ? നീ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെ സംശയമായിരുന്നല്ലോ. അതൊക്കെ അന്ന് സംശയിച്ചതൊന്നും വലിയ തെറ്റൊന്നുമില്ല. പിന്നെ പവിത്രം വന്ന് അനുരാധനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശ്വാസമായി. എന്റെ ആലീസ് ചോദിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. അവളൊരു പ്രത്യേകതരം പെണ്ണ. എന്ത് തരം പെണ്ണ്? ഏതൊരാണിനെ കണ്ടാലും അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒന്ന് പ്രേമിക്കത്തില്ല, ഒന്ന് ഫോൺ ചെയ്യത്തില്ല, ഒന്ന് കറങ്ങാൻ വരത്തില്ല. ഇവളൊക്കെ പെണ്ണാണോ? അപ്പൊ എന്തായാലും അവളെന്റെ ഇച്ചാനോട് മിണ്ടത്തില്ല. മിണ്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. ഇനിയിപ്പോ സാർ അങ്ങോട്ട് മിണ്ടാൻ ചെന്നാലും അവള് മിണ്ടിട്ടല്ലേ കാര്യമുള്ളൂ. അത് മാത്രമല്ല, ആ കൊച്ചു നമ്മുടെ വീട്ടിൽ വന്നില്ലേ, അന്നേരം ഞങ്ങൾ എന്തോരം നേരം സംസാരിച്ച്. അപ്പൊ എനിക്ക് അതിനെ ഭയങ്കരമായിട്ട് വിശ്വാസമായി. അതൊരു പാവം പിടിച്ച കൊച്ച്. അതുപോലെയാണോ ഈ സുഷമ? തേച്ചായ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ സുഷമ എന്ന് പറഞ്ഞവൾ ഇച്ചാനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇച്ചാൻ അവളോട് മിണ്ടരുത്. പാവം അനുരാധ, എന്തു വിശ്വാസം.
ഇറങ്ങട്ടെ? എന്നാ പെട്ടെന്ന് ഇറങ്ങി, മഴ വരുന്നു. ആണോ? നനയുന്നതിന് മുമ്പ് വീട് പറ്റാമല്ലോ. എന്നെ ഡോക്ടറിനെ കണ്ടുവിടുവോ? എന്റെ വണ്ടിയില്ല, വണ്ടിക്ക് ചെറിയ മിസ്സിങ് ആണോ? ആണ്. എന്റെ പൊന്നു ഡോക്ടറെ, ഇനിയെങ്കിലും ആ ശ്വാസം ഒന്ന് നേരെ വിടില്ലെങ്കിൽ ചത്തുപോകും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നോർമലാ. എനിക്ക് ഡോക്ടറെയും ഡോക്ടറുടെ ഭാര്യയും കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നയാ. കണ്ടില്ലേ, ഇനി പൊക്കോളൂ. പക്ഷെ എനിക്ക് പോവാൻ തോന്നുന്നല്ലോ. അയ്യോ അങ്ങനെ പറയല്ലേ, പോണം. ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞു. ഇങ്ങനെ വെപ്രാളം കാണിക്കുമ്പോ ഡോക്ടറെ കാണാൻ ഭയങ്കര ഭംഗിയാ. പൊക്കോ, അല്ല അത് പോണോ? പോണം. നാളെ കാണണം. കണ്ടിരിക്കും. ഡോക്ടർ ഒന്നും അവിടെ ഇല്ലെന്നിട്ട് ഭയങ്കര ബോറടിയായിരുന്നു. നാളെ ഉറപ്പായിട്ട് തന്നെ. തീർച്ചയായിട്ടും വരാം. പോട്ടെ എന്നാ. പോവാൻ രാത്രി അറിഞ്ഞുകൂടാത്ത സുഷമേ സംശയം, ഒരു അറിവും ഇല്ലാത്ത അനുരാധയെ വിശ്വാസം. ആലിസേ, ഈ ലോകത്ത് ആണും പെണ്ണും പപ്പാതിയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയും വിളിക്കേണ്ടി വരും. ആ അത് ഞാൻ നേരത്തെ സമ്മതിച്ചു തന്നതല്ലേ? ആ ഏ ആ എന്റെ ഇച്ചായ, ഞാനൊരു കാര്യം പറയട്ടെ. ഇച്ചായനെ വിളിക്കാനായിട്ട് ഈ ലോകത്ത് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളോ? അതാണ് എന്റെ പ്രശ്നം. എന്നെ ഏതൊക്കെ പെണ്ണുങ്ങളാ വിളിക്കുന്നത്, നീ ഒന്ന് പറഞ്ഞേ. എനിക്ക് അറിയാവുന്നതിനേക്കാളും അറിയാൻ പാടില്ലാത്ത പെണ്ണുങ്ങളായിരിക്കുമല്ലോ കൂടുതല്. ഇപ്പൊ തന്നെ ഇച്ചായൻ പറഞ്ഞല്ലോ ഇച്ചായനെ സുഷമ എപ്പോഴും വിളിക്കാറുണ്ടെന്ന്. ഞാനൊരു കാര്യം തിരിച്ച്, ഞാൻ ഏതെങ്കിലും ആണുങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നത് ഇച്ചായൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ആകെ ആരെയാ ഞാൻ വിളിക്കുന്നത്? എന്റെ അപ്പച്ചനെ, ഇച്ചായനെ, പിന്നെ എന്റെ കുറെ അങ്കിൾമാര്. വേറെ ആരെയും വിളിക്കാം. എന്ത്? അല്ല, നീ വേറെ ആരെയും വിളിക്കാറില്ല എന്ന് പറയുമായിരുന്നു. അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. എനിക്ക് വിളിക്കാൻ വേറെ ആരും ഇല്ലെന്നല്ലേ ഇച്ചായൻ ഉദ്ദേശിച്ചത്? ഇങ്ങോട്ട് നോക്ക്. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങള് സ്വന്തം ഭർത്താവിനെ അല്ലാതെ വേറെ ആണുങ്ങളെ വിളിക്കാനോ കൊഞ്ചാനോ കുഴയാനോ ഒന്നും പാടില്ല. അത് ശരിയല്ല. അതുകൊണ്ടാ ആലിസേ, മനുഷ്യനെന്ന് പറഞ്ഞത് ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. അവന് സൊസൈറ്റിയുമായിട്ട് മാറി ജീവിക്കാൻ പറ്റില്ല. ഈ സുഷമ്മ എന്ന് പറയുന്ന പെണ്ണ് തന്നെ ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജറാണ്. അവർക്ക് ഒരു ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ അവർക്ക് ആൾക്കാരെ വിളിച്ച് ക്യാൻവാസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എന്നെ പോലുള്ള ആൾക്കാരെ വിളിക്കും. നിന്നെ വിളിച്ചിട്ട് കാര്യമില്ല. ഓഹോ, അപ്പൊ അതിനർത്ഥം എന്റെ കയ്യില് പൈസ ഇല്ലെന്ന് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെയാണ്. തർക്കം ജയിക്കാനായിട്ട് ഈച്ചാൻ എപ്പോഴും എന്നെ ആക്ഷേപിക്കുന്ന സ്വഭാവം അത് പണ്ടേ ഉണ്ട്. എന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത അത്ര വലിയ കുറവാണെങ്കിൽ ഈച്ചാൻ അവളോട് അങ്ങ് പോയി പുറത്തും. അവള് സമ്മതിക്കൂ? അല്ലെങ്കിൽ പോവോ? ആ പോവും. ആഹാ, അങ്ങനെയാണെങ്കിൽ ഇച്ചായൻ വിവരം അറിയും. ഞാൻ അവളെയും കൊല്ലും ഇച്ചായനെയും കൊല്ലും. മാറങ്ങോട്ട്, കത്തി അവിടെ. ഓമനക്കുട്ടാ, നീ എന്തൊരു ചതിയാടാ എന്റെ അടുത്ത് ചെയ്തത്. ചതിയോ? എന്തോ ചതി? ഓരോ കുരിച്ചെടുത്ത് എന്റെ തലയിൽ വെച്ചിട്ട് നീ സമാധാനമായിട്ട് നടക്കല്ലേ? എന്തോ പറ്റി ജോർജ് കുട്ടി? സുഷമയ്ക്ക് നമ്പർ കൊടുത്ത നീയല്ലേ? സുഷമയ്ക്ക് നമ്പർ കൊടുത്ത ഞാൻ തന്നെ. സുഷമയ്ക്ക് നമ്പർ കൊടുത്ത ഞാൻ തന്നെ. എടാ, അക്കൗണ്ട് തുടങ്ങാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും ഒക്കെ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. താല്പര്യം ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാ, എന്നിട്ട് കേൾക്കുന്നില്ല. പിന്നെയും വിളിച്ചോണ്ടിരിക്കുക. അകത്ത് അറിഞ്ഞിട്ടുണ്ട്. മോങ്ങായിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണ അവസ്ഥയാ. ഞാൻ എന്തോന്ന് ഞാനാ ഒരാഴ്ചയായിട്ട് എന്റെ പുറകെ നടന്ന് ഒരേ ശല്യപ്പെടുത്തലായിരുന്നു. ഡോക്ടറെ നമ്പർ തരുമോ, ഡോക്ടറെ കൊണ്ട് അക്കൗണ്ട് അടുപ്പിച്ച് കൊടുക്കുവോ. എനിക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല. അവസാനം ഗതികെട്ട് ഞാൻ കൊടുത്തതാ. ചില നന്നായിട്ടുണ്ട്. അവക്ക് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പേര് കിട്ടിയാൽ മതി. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് സുഷമ്മയാണ്. അവളെങ്ങാൻ ഇങ്ങോട്ട് കയറി വന്ന അതോടെ അവളുടെ കാര്യം തീർന്നു. ഇത്രയുള്ള കാര്യം? അത്രേ ഉള്ളവന്നോ? ഇതൊക്കെ ഞാൻ പരിഹരിച്ചു തരാൻ. എനിക്ക് ഈ പെണ്ണുങ്ങളെ മനഃശാസ്ത്രപരമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല, അതാ പ്രശ്നം. മനഃശാസ്ത്രം കൊണ്ട് അങ്ങോട്ട് ചെന്നാ മതി. ആലീസിനെ എനിക്ക് അറിയത്തില്ല. നേരെയും പോകത്തില്ല, കുറുകയും പോകത്തില്ല. അവളെങ്ങാൻ ഇങ്ങോട്ട് കയറി വന്നാണ്ടല്ലോ സുഷമ്മയുടെ കാര്യം തീർന്നു. ആ ആലീസേ, ആലീസിനെ പുറത്തോട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. കണ്ടിട്ട് ഇപ്പൊ അതെ, അടുക്കള കുറച്ച് പണിയുണ്ടായിരുന്നു. സുലോചനെ ഇയാളുടെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. സുലോചന ഇങ്ങോട്ട് പറഞ്ഞതിനാ? ആലീസിന് അങ്ങോട്ടും വന്നൂടെ ഇടയ്ക്കൊക്കെ? എപ്പോഴും ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ കയറി ഇരുന്ന് ഞാൻ ബോറടിക്കത്തില്ല ആലീസ്? ഞാൻ എന്ത് ചെയ്യാനാ? ഇക്കാലത്ത് പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ വീട്ടിൽ കയറി ചുമ്മാ ഇരിക്കത്തില്ലെന്നേ. എന്തെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പോകും. ഞാനിത് സുലോചന എടുത്തും പറയും, അവളവിടെ ജോലിക്കൊന്നും പോകുന്നില്ല, അവളെ കൊണ്ട് അത് കഴിയത്തുമില്ല. ഭയങ്കര മടിച്ച് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അങ്ങ് ഒഴിവാക്കി കളയും. അതൊക്കെ കേട്ടോ ജോർജ് കുട്ടി. നമ്മുടെ ഐശ്വര്യ ഫിനാൻസിൽ ജോലി ചെയ്യുന്ന സുഷമ ഉണ്ടല്ലോ, ഈ ഇടയ്ക്ക് വീട്ടിൽ വന്നിരുന്നു. എന്തൊരു അടക്കോ ഒതുക്കുള്ള പെൺകുട്ടി. കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ ഒരു മടിയുമില്ല. ഞാൻ അവളടുത്ത് പറയും ഇത് കണ്ടു പഠിക്കാനായിട്ട്. സാറിന് സുഷമനെ അറിയോ? സുഷമയെ അറിയാവോ? എന്നാ
ഉള്ളത് പറയാമല്ലോ. എന്റെ അറിവില് സുഷമയെ പോലെ ഇത്രയും നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു പെങ്കൊച്ചി ഈ നാട്ടിൽ വേറെ കാണത്തില്ല. ആൾക്കാരുടെ അടുത്തൊക്കെ എന്തൊരു ബഹുമാനം എന്നറിയാവോ. അത് മാത്രമോ, ഈ ആണുങ്ങളുമായിട്ട് ആവശ്യമില്ലാതെ കൊഞ്ചിക്കൊഴയാനോ ഒന്നിനും പോകത്തില്ല. ജോലിയിലുള്ള ആത്മാർത്ഥത വേറെ. പിന്നെ ഈ നല്ല സ്വഭാവം കാരണം സുലു ആണെങ്കിൽ 24 മണിക്കൂറും വീട്ടിലോട്ട് അവളെ വിളിക്കും. എവിടെ വരാൻ? ജോലി കഴിഞ്ഞിട്ട് സമയം വേണ്ടേ അവക്ക്? ഈ സുഷമ ഇച്ചായനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കൊച്ചി ഇത്രയും നല്ല സ്വഭാവമാണെന്ന് ഇച്ചായൻ പറഞ്ഞില്ല. അതെങ്ങനെ പറയും? ജോർജ് കുട്ടിക്ക് വലിയ പരിചയമില്ലല്ലോ. പരിചയമില്ല. ആ, സാറിരിക്കെ, ഞാൻ നല്ലൊരു ചായ എടുക്കാം. എനിക്ക് ചായ വേണ്ട. ഞാൻ ഇപ്പൊ പറഞ്ഞൊരു ചായ കുടിച്ചു വന്നേ ഉള്ളൂ. ആണോ? ഇച്ചായന് ചായ വേണോ? ചായ വേണം, നല്ല ചായ തന്നെ വേണം. എടുത്തോ. അങ്ങനെ ഇരിക്കുന്നത് കണ്ട, ഇതൊക്കെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ലോ. ഇതാണ് പറയണത്, ഈ മൃഗ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളെ കുറിച്ച് അറിയോ? നിനക്ക് മനുഷ്യരെ ഡീൽ ചെയ്യാൻ അറിയത്തില്ല. കണ്ട അവനെ കിട്ടാ. എടാ, നീ സുഷമ്മയുടെ കാര്യം പറഞ്ഞത് സത്യമാണോ? എന്ത്? സുലോചനയായിട്ട് ഭയങ്കര അടുപ്പമാണ്, എപ്പോഴും വീട്ടിലേക്ക് ക്ഷണിക്കും, പിന്നെ വരാറില്ല എന്നൊക്കെ പറഞ്ഞത്. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങക്ക് സുഷമയായിട്ട് എന്താ ഇടപാട്? എനിക്ക് ഇപ്പൊ അറിയണോ അത്? സുഷമ്മയായിട്ട് എനിക്ക് എന്താ ഇടപാട്? ഒരിടപാടുമില്ല. കുട്ടിയുടെ വേഷം കെട്ട് ഇറക്കല്ലേ. ഞാൻ നിങ്ങളുടെ ഫോൺ മുഴുവൻ നോക്കി. 35 തവണ നിങ്ങൾ അവളെ വിളിച്ചിരിക്കുന്നത്. അതാണോ കാര്യം? എടി, അവളൊരു ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ അല്ലേ? ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കാര്യം പറയാൻ എന്നെ വിളിച്ചു. സ്വാഭാവികം. അക്കൗണ്ട് തുടങ്ങുമ്പോൾ 35 പ്രാവശ്യം അവളെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? വേറെ ഉണ്ടെന്നേ കാര്യങ്ങൾ. ഞാൻ അക്കൗണ്ട് തുടങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു സാറിന്റെ പരിചയത്തിലുള്ള വേറെ ആരുടെയെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ. ഒരു സ്ത്രീയല്ലേ, അവരുടെ കുടുംബ പ്രാരാബ്ദങ്ങൾ കാരണം എന്റെ ഉണ്ടായിരുന്ന കുറെ കോണ്ടാക്ടുകൾ ഞാൻ അവർക്ക് കൊടുത്തു. സ്വാഭാവികം. പക്ഷെ അതിനെ അവരുടെ കോൾ ഇങ്ങോട്ട് ഒരൊറ്റേ വന്നിട്ടുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് 35 കോൾസ് പോയിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാല്, ഈ സുഷമ വിളിക്കുന്ന മിക്കവാറും സമയത്തൊക്കെ ഞാൻ ബിസി ആയിരിക്കും. അപ്പൊ മിസ്ഡ് കോൾ കണ്ട് ഞാൻ തിരിച്ചു വിളിച്ചു. സ്വാഭാവികം. എന്നിട്ട് ആരൊക്കെ അക്കൗണ്ട് എടുത്തു? അയ്യോ, അതല്ലേ കഷ്ടം. ഒരു മനുഷ്യൻ അവരെ അക്കൗണ്ട് എടുത്തില്ല. അതറിഞ്ഞപ്പോ ഞാൻ അവരെ വിളിച്ചു സോറി പറഞ്ഞു. സ്വാഭാവികം. ശരി, ഞാൻ അതെല്ലാം വിശ്വസിച്ചു. ഈ മെസ്സേജ് ഒക്കെയോ? മെസ്സേജാ? ഏത് മെസ്സേജ്? ഞാൻ വായിക്കാം. ആ, വായി. ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഉച്ചയ്ക്ക് ചോറിന് എന്താ കറി? ഉറങ്ങാറായോ? ഇത്രയും കാലം ഞാനിവിടെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നെ, നീ ഇവിടെ തന്നെ ഇല്ലേ? അപ്പൊ പിന്നെ ഞാൻ നിനക്ക് മെസ്സേജ് അയക്കേണ്ട കാര്യമുണ്ടോ? സ്വാഭാവികം. ഒരു കാര്യം ഞാൻ പറയാം. ഇനി അവൾക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ കാണുകയോ ചെയ്താൽ നിങ്ങളെ ഞാൻ കൊല്ലും. ചായയിൽ വിഷം കലക്കി തന്ന് കൊല്ലും. ഇനി ഞാൻ വിളിക്കൂല. ഇനി ഒരിക്കൽ കൂടെ സുഷമ്മ വിളിച്ച ഒന്നുകിൽ എന്റെ അന്ത്യം അല്ലെങ്കിൽ അവളെ അന്ത്യം. എടാ, അത് പേടിച്ച് ഇട്ടല്ലേ ഞാൻ തലൂരി നിന്റെ നമ്പർ എടുത്ത് കൊടുത്തത്. ബെസ്റ്റ് ആയിട്ടുണ്ട്. സുഹൃത്തായാൽ ഇങ്ങനെ വേണം. അതിനെന്ത്? ഇനി ഒരു പ്രശ്നമില്ലല്ലോ, എല്ലാം സോൾവ് ആയില്ലേ? ഇനി സുഷമ്മ ഇവിടെ വിളിച്ചാലും കുഴപ്പമില്ല, കയറി വന്നാലും കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. ഡോക്ടറെ, ആരുമില്ലേ? ആലീസേ, ആലീസേ, അവിടെ ഉണ്ടായിരുന്നോ? പവിത്രനായിരുന്ന? എന്തു പവിത്ര ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കുന്നത്? ആ ബഹളം വെക്കുന്നതിന് മുമ്പ് ഞാൻ 2 പ്രാവശ്യം കോളിബെല്ല് അടിച്ചായിരുന്നു. ആരും വന്നില്ല, അതുകൊണ്ടാണ് കിടന്ന് ബഹളം വെച്ചത്. ഡോക്ടറല്ലേ ഇവിടെ? ഇച്ചായനെ ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. എന്താ പവിത്ര? എനിക്ക് ഡോക്ടറെ കൊണ്ടൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്തു പറ്റി? അല്ല, ഒരു അപകടം വരാൻ നേരത്തെ അത് ഞാൻ മുൻകൂട്ടി അറിഞ്ഞിട്ട് സാറിനോട് അത് പറഞ്ഞില്ലെങ്കിലേ നാളെ സാർ അത് എന്നോട് ചോദിക്കൂ. അപകടോ? എന്താ അപകടം? അല്ല, നമ്മുടെ ഈ ടൗണിൽ ഐശ്വര്യ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ട്. ഒരു പ്രൈവറ്റ് ബാങ്ക് അത്. അവിടെ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സുഷമ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. 2 ദിവസമായിട്ട് സാറിനെ അന്വേഷിച്ച് നടക്കുക അവിടെ. അതാണ്. അത് വല്ല ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിട്ടായിരിക്കും. എന്നൊക്കെ പറഞ്ഞ ഇവള് ആദ്യം അടുത്ത് കൂടുന്നത്. ആളുകളെ പറഞ്ഞു കുപ്പിയിലാക്കാൻ ഇവള് ബഹു മിടുക്കിയ. വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പഞ്ചപാവം. ഒന്ന് അടുത്ത് നോക്കണം, പക്കാ ഫ്രോഡ് അവള്. എന്റെ പൊന്ന് പവിത്ര, കുടുംബം നോക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളെ ഇങ്ങനെ അപവാദം പറയുന്നത് ഭയങ്കര മോശമാണേ. വെറുതെ അനാവശ്യം പറയല്ലേ. അനാവശ്യോ? എന്റെ ആലീസിന് ഈ സുഷമയെ അറിയാൻ പാടില്ലാത്തോണ്ടാ. ഞാനൊരു സംഭവം പറയട്ടെ. നേരത്തെ ഈ ബാങ്കിൽ മാനേജരായിട്ടിരുന്ന ഒരു കൃഷ്ണൻകുട്ടി സാറുണ്ട്. സാറെന്ന് പറഞ്ഞാൽ പഞ്ചപാവം പിടിച്ചൊരു മനുഷ്യൻ, ആരോട് ഇച്ചി പോകുന്നു പറയില്ല. ഇവള് ക്ലർക്കാട്ടിങ് വന്ന സമയത്ത് ഇവള് പതുക്കെ 1ഉം 2ഉം പറഞ്ഞ് പതുക്കെ എന്ത് ചെയ്തു, ഈ കൃഷ്ണൻകുട്ടി സാറിന്റെ പിന്നാലെ അങ്ങ് കൂടി. പിന്നെ ഫോൺ വിളിയായി, മെസ്സേജ് അയപ്പായി, കറങ്ങാൻ പോക്കായി, തിയേറ്ററിൽ പോക്കായി, സിനിമ കാണീരായി. എന്തിനു പറയുന്നു? ചുരുക്കം പറഞ്ഞാൽ ആ സാറിന്റെ കുറെ കാശ് ഇവൾ അങ്ങ് വഹിച്ച്. അവസാനം കാശ് തിരിച്ചു വെച്ചപ്പോൾ ഇവളുടെ വട്ടും പാവവും മാറി. ഇവൾ ആ സാറിന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തു, പീഡന കേസ്. അവസാനം സാർ ഒരു വിധത്തിൽ ആ പീഡന കേസ് ഒത്തുതീർപ്പാക്കി ഇവിടുത്തെ സ്ഥലം മാറ്റവും മേടിച്ച് ഇവിടുന്ന് പാഞ്ഞത് അറിയോ? എന്റെ അറിവില് സുഷമയെ പോലെ ഇത്രയും നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു പെങ്കൊച്ചി നാട്ടിൽ വേറെ കാണത്തില്ല. ഈ
സുഷമയുടെ കാര്യം തന്നെയാണോ പവിത്രം പറയുന്നത്? ആലീസ് സുഷമേനെ അറിയോ? എനിക്കറിയത്തില്ല, പവിത്രം ബാക്കി പറ. എന്റെ ആലീസ ഇവള് അസിസ്റ്റന്റ് മാനേജറായി കഴിഞ്ഞപ്പോഴത്തെ ഇവിടെ ജാടയും പോളൊക്കെ ഒന്ന് കാണുമായിരുന്നു. ആൾക്കാരെ അതും ഇതും എല്ലാം പറഞ്ഞു കുപ്പിയിലൊക്കെ അക്കൗണ്ട് എടുപ്പിക്കാൻ ഇവള് മിടുക്കിയ. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ബാങ്കിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവള് അവരെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. കുറച്ചു പേരുടെയൊക്കെ പൈസ പോയെന്നോ പലിശ കിട്ടിയില്ലോ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല, നാട്ടുകാരിങ്ങനെ പറയുന്നത് കേട്ടതാ. അതിപ്പോ ബാങ്കിൽ കണക്കുള്ളതല്ലേ, കൊണ്ടുപോയി കേസ് കൊടുക്കണം. കേസ് കൊടുക്കാനോ? ഇപ്പൊ ഇരിക്കുന്ന മാനേജരില്ലേ അവളുടെ സ്വന്തം കക്ഷിയാ. അവൾക്ക് വേണ്ടി ആ പുള്ളി എന്തും ചെയ്യും. പിന്നെ കേസ് കൊടുത്താൽ ഒത്തുതീർപ്പാക്കാനാണോ പാട്? ഇപ്പൊ അവൾക്ക് സൗകര്യമായി. കാരണം ഈ മാനേജരുമായിട്ടുള്ള സംഭവം അറിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കെട്ടിയവൻ അവളെ ഇട്ടേച്ചു പോയി. ഇപ്പൊ പുതിയ ഇടപാടുകാരെ തപ്പി ഇറങ്ങി നടപ്പ അവിടെ പണി. ആൾക്കാരുടെ അടുത്തൊക്കെ എന്തൊരു ബഹുമാനം എന്നറിയാവോ? അത് മാത്രമോ, ഈ ആണുങ്ങളുമായിട്ട് ആവശ്യമില്ലാതെ കൊഞ്ചിക്കൊഴയാനോ ഒന്നിനും പോകത്തില്ല. ജോലിയിലുള്ള ആത്മാർത്ഥത വേറെ. അതെ, ഈ സുഷമേനെ പവിത്രനെ നേരിട്ടറിയോ? പിന്നെ എനിക്കറിയാലോ അവളെ. അവള് കുറച്ചാൾ എന്റെ പുറകെ നടന്നാ. ഈ ഓമനക്കുട്ടൻ സാറിനറിയോ? ഞാൻ പറഞ്ഞെന്ന് പറയരുത്. ഈ സുഷമയുടെ പേരും പറഞ്ഞുകൊണ്ട് ഓമനക്കുട്ടൻ സാറും അദ്ദേഹത്തിന്റെ ഭാര്യ സുലോചനയായിട്ട് മുട്ടൻ അടി വരെ നടന്നിട്ടുണ്ട്. സത്യം. പിന്നെ ഈ നല്ല സ്വഭാവം കാരണം സുലു ആണെങ്കിൽ 24 മണിക്കൂറും വീട്ടിലോട്ട് അവളെ വിളിക്കും. എവിടെ വരാൻ? ജോലി കഴിഞ്ഞിട്ട് സമയം വേണ്ടേ? പവിത്രൻ ഇപ്പൊ വന്നതേ വളരെ നന്നായി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനേ എനിക്ക് വേറൊരു വഴിയുമില്ല. എന്താ പവിത്ര രാവിലെ? പവിത്രൻ വന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് പവിത്രനോട് വേറെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ചോദിച്ചോ. പവിത്ര, ഈ ഐശ്വര്യ ഫിനാൻസ് നടത്തുന്ന സുഷമയെ അറിയോ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അറിയോ ഇല്ലേ എന്ന്? അറിയാം. പവിത്ര, എന്നോട് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പറയാനുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. പോകുന്ന വഴി എന്റെ കാറിലിരുന്ന് സംസാരിക്കാം. പവിത്ര, ഈ സുഷമയുടെ സ്വഭാവം എങ്ങനെയാ? അത് ഓമനക്കുട്ടനോട് ചോദിച്ചല്ലേ, പിന്നെ പവിത്രനോടും ചോദിക്കുന്നത് എന്തുണ്ട്? എല്ലാരോടും ചോദിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? പറയൂ പവിത്ര. ഞാൻ പറഞ്ഞില്ല, ഒറ്റ വാക്കി പറയുവാണെങ്കിൽ അവള് ഭൂലോക പ്രോഡാ. ബാങ്കിലെ മാനേജറെ പീഡന കേസിൽ കുടുക്കിയില്ലേ? എന്തുവാടി ആലീസ് എന്തൊക്കെയാ പറയുന്നത്? അല്ല, സത്യം അത് അങ്ങനെ ഉണ്ടായി. ഇപ്പൊ വേറൊരു മാനേജറുടെ കൂടെയാ താമസം. അതെ. കെട്ടിയോൻ കളഞ്ഞിട്ടും പോയി. സത്യം സത്യം. ഇച്ചായ, സത്യം ഇങ്ങനെയാ, ഏതെങ്കിലും വഴിക്ക് കറങ്ങി തിരിഞ്ഞു വരും. ഇപ്പൊ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ എന്ത് പറയാനാ? ഓമനക്കുട്ടൻ എന്തെങ്കിലും പറഞ്ഞു, ഞാൻ എന്ത് പിഴച്ചു? കുട്ടേട്ടാ, ദാ ചായ. ചായ? ഈ സമയത്താ? ഈ സമയത്ത് ഞാൻ ചായ കുടിക്കാറില്ലല്ലോ. ഞാൻ സ്നേഹം കൊണ്ട് കൊണ്ടുവന്നേലേ. എന്തോ കാര്യം സോപ്പിട്ട് സാധിക്കാനുണ്ടല്ലോ. സാധിക്കാനുണ്ട്. ചായ കുടിക്ക്, ഞാൻ എന്നിട്ട് പറയാം. മുഴുവനും കുടിച്ചോ? തണുത്ത ചായടി നിനക്ക് വേണമായിരുന്നാ? ഇനി ഞാൻ കാര്യം പറയാം. എന്തോ എനിക്ക് തോന്നി എന്തോ ഉണ്ടെന്ന്. ബാങ്കിലെ സുഷമ്മയായിട്ട് കുട്ടേട്ടന് ഇപ്പൊ എന്താ ബന്ധം? ഒരു ബന്ധമില്ല. ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അവൾ അടക്കോ ഒതുക്കമുള്ള പെണ്ണാണെന്നും വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നു എന്നൊക്കെ ആലീസിനോട് പറഞ്ഞത്. ഞാൻ ജോർജ് കുട്ടിക്ക് വേണ്ടി പറഞ്ഞല്ലേ. ഈ സുലോചനയ്ക്ക് സുഷമ്മ ഭയങ്കര ഇഷ്ടമാണെന്നും എപ്പോഴും വീട്ടിലേക്ക് വിളിക്കുമെന്നും, പക്ഷെ സുഷമ്മയ്ക്ക് സമയമില്ലാത്തോണ്ടാണ് വരാൻ പറ്റാത്തെന്നൊക്കെ പറഞ്ഞതോ? അല്ല, അത് ഞാൻ കഴിഞ്ഞ തവണ അവളുടെ പ്രശ്നം വന്നപ്പോ ഞാൻ പറഞ്ഞത് കുട്ടേട്ടന് ഓർമ്മയുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, ഇനി അവൾക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ കാണുകയോ ചെയ്താൽ നിങ്ങളെ ഞാൻ കൊല്ലും. ചായയിൽ വിഷം നൽകി തന്നു കൊല്ലും. സത്യം പറ, നീ ഇതിനകത്ത് എന്തോ ചേർത്തത്? സത്യമായിട്ട് അമ്മയാണോ? ഞാൻ ആ സുഷമ അന്വേഷണം വിളിച്ചിട്ടില്ല. ജോർജ് കുട്ടി പറഞ്ഞോണ്ട് ആലീസിന്റെ അടുത്ത് കള്ളം പറഞ്ഞത്. ആലീസ് എന്നെ വിളിച്ചു. ഇപ്പൊ മനസ്സിലായോ കുട്ടിയുടെ എന്ത് കള്ളത്തരം കാണിച്ചാലും ഞാൻ കണ്ടുപിടിക്കുമെന്ന്?